നമസ്കാരം. നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ വളരെ വലിയ ആശയക്കുഴപ്പം പലരുടെയും മനസ്സിലുണ്ട്. 2020 ഓഗസ്റ്റിൽ നിമിഷപ്രിയ മലയാള മനോരമയ്ക്ക് ടെലിഫോൺ വഴിയോ മറ്റോ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ അവൾ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിശദമാക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇതിൽ നമ്മുടെ മനസ്സിൽ സംശയമുണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നിമിഷപ്രിയ പറയുന്നതനുസരിച്ച് 2008 അവൾ യമനിലേക്ക് പോകുന്നത്. അവിടെ സനയിൽ ഒരു നേഴ്സായിട്ട് ഒരു ക്ലിനിക്കിൽ ജോലിക്ക് കയറി 3 കൊല്ലം അവിടെ ജോലി ചെയ്തു. 2011 അവൾ നാട്ടിലെത്തി വിവാഹം കഴിച്ചു. 2012 ഭർത്താവുമായിട്ട് തിരികെ യമനിലേക്ക് പോയി. അദ്ദേഹത്തിനും അവിടെ ഒരു ജോലി കിട്ടി. വെൽഡറായിട്ടാണ് ജോലി കിട്ടിയത്. രണ്ടുപേരും ജോലി ചെയ്തിട്ടും സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ല എന്ന് കണ്ടതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് രണ്ടുപേരും തീരുമാനിച്ചു. അങ്ങനെയാണ് ഒരു ക്ലിനിക്ക് തുടങ്ങാം എന്ന ആലോചനയിലെത്തുന്നത്. നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ സന്ദർശകരായിരുന്നു കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബക്കാർ. അവരവിടെയാണ് ചികിത്സിച്ചിരുന്നത്. അവർക്ക് നിമിഷപ്രിയ അറിയാം, ഇവൾക്ക് അവരെയും അറിയാം. അങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ഇവർ തീരുമാനിച്ചിരിക്കെ ഒരു ലോക്കൽ സ്പോൺസർ അവിടെ ആവശ്യമാണ്. അത് ഇവർക്ക് പരിചയമുള്ള ഈ തലാലിൻ്റെ കുടുംബക്കാരിൽ ആരെങ്കിലും ആയാൽ എന്താണ് എന്നുള്ള ഒരു ചിന്തയെത്തുകയും അത് അവരുമായിട്ട് പങ്കുവെക്കുകയും അവരതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ ഇവൾ തീരുമാനിച്ചു. ഇവളുടെ ഭർത്താവും തീരുമാനിച്ചു. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ നാട്ടിലേക്ക് വരാൻ പദ്ധതിയിടുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് തലാൽ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണണം, ഞാനും വരുന്നുണ്ട്. അങ്ങനെ തലാൽ അബ്ദു മെഹദിയും അദ്ദേഹത്തിൻ്റെ ഒരു ഗേൾ ഫ്രണ്ടും ഇവരുടെ കൂടെ നാട്ടിലെത്തി ഏതാണ്ട് 1 മാസക്കാലം അയാളുടെ ഉണ്ടായിരുന്നു. നിമിഷപ്രിയയും അയാളും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടും പിന്നെ നിമിഷപ്രിയയുടെ ഭർത്താവും ഒക്കെ ഒരുമിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും കറങ്ങാൻ പോയി. നിമിഷപ്രിയയുടെ വീട്ടിൽ അദ്ദേഹം പോയിരുന്നു. അവിടെ വെച്ച് നിമിഷപ്രിയ തൻ്റെ കല്യാണ ആൽബം തലാലിനെ കാണിച്ചു. തലാൽ അതിൽ നിന്ന് കുറേ ഫോട്ടോകളൊക്കെ സ്വന്തം ഫോണിലെടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും അവർ തിരികെ യമനിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് നിമിഷപ്രിയയുടെ ഭർത്താവ് പോയില്ല. നിമിഷപ്രിയ തലാലിൻ്റെ ഒപ്പമാണ് തിരികെ യമനിലേക്ക് പോകുന്നത്. ഭർത്താവ് പോകാതിരുന്നതിൻ്റെ കാരണമായിട്ട് അവൾ പറയുന്നത് ക്ലിനിക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പണം അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുവേണ്ടിയുള്ള ശ്രമം അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് അവൾ അയാളുടെ ഒപ്പം തിരികെ യമനിലേക്ക് പോയത്. പക്ഷേ യമനിൽ എത്തിയ ശേഷം അവൾ പറയുന്നത് ചെയ്തുകൊണ്ടിരുന്ന പഴയ ജോലി ഉപേക്ഷിച്ചു, പുതിയ ക്ലിനിക്ക് ആരംഭിച്ചു എന്നാണ്. ഇവിടെയാണ് നമുക്കൊരു ചെറിയ സംശയം ഉണ്ടാകുന്നത്. കാരണം ക്ലിനിക്ക് തുടങ്ങാനുള്ള പണത്തിന് വേണ്ടിയാണ് നാട്ടിലെത്തിയത് എന്നവൾ പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും സമാഹരിക്കാൻ കഴിഞ്ഞില്ല. ഭർത്താവ് അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്ന ശേഷം അവൾ പഴയ ജോലിക്ക് പോകാതെ പുതിയ ക്ലിനിക്ക് തുടങ്ങിയെന്ന് പറയുമ്പോൾ ആ ക്ലിനിക്ക് തുടങ്ങാനുള്ള പണം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന ഒരു സംശയം, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും പണം തലാലോ അവരുടെ കുടുംബക്കാരോ ഇറക്കിയിരുന്നോ എന്ന സംശയം, അതേക്കുറിച്ചൊന്നും വ്യക്തതയില്ല. അങ്ങനെ ക്ലിനിക്ക് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൻ്റെ ഉടമ വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കി. അയാൾ പറഞ്ഞു, നിങ്ങൾ ക്ലിനിക്ക് തുടങ്ങിയതുകൊണ്ട് എൻ്റെ ക്ലിനിക്കിൽ ബിസിനസ് കുറഞ്ഞു. അപ്പോൾ അത് എന്തോ പ്രശ്നമായിട്ട് മാറിയിട്ട് ഒടുവിൽ ഇവരുടെ ക്ലിനിക്കിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം അയാൾക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചതായിട്ടാണ് നിമിഷ പറയുന്നത്. ഇതും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇവരൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങി, അതിൻ്റെ പേരിൽ വേറൊരു ബിസിനസ് സ്ഥാപനത്തിന് ബിസിനസ് കുറഞ്ഞു, അതിനുവേണ്ടി ഇതിൻ്റെ ലാഭവിഹിതം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. ഒരു പക്ഷേ നിമിഷ നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥാപനമായതുകൊണ്ട് അയാളോടുള്ള ഒരു അനുകമ്പ മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ പേരിലോ മറ്റോ അങ്ങനെ തീരുമാനിച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെയാലും ശരി, നിമിഷ പറയുന്നതനുസരിച്ച് ലാഭത്തിൻ്റെ 33% ആ പഴയ ക്ലിനിക്കിൻ്റെ ഉടമയ്ക്ക് കൊടുക്കാമെന്നും ബാക്കി 67% ഇവൾക്ക് എടുക്കാമെന്നും ഉള്ള ഒരു ധാരണയിലെത്തിയെന്നും അതിന് അറബിയിൽ തലാല് തന്നെ ഒരു കരാറുണ്ടാക്കിയെന്നും, പക്ഷേ ആ കരാറിൽ 67% നിമിഷയ്ക്ക് എന്നതിന് പകരം തലാലിന് എന്നാണ് അയാൾ എഴുതി വെച്ചിരുന്നത്. അത് മനസ്സിലാക്കാൻ അവൾക്ക് അറബി അറിയാൻ വയ്യാത്തതുകൊണ്ട് ആ സമയത്ത് സാധിക്കാതെ പോയി. അങ്ങനെ താൻ അവിടെ ചതിക്കപ്പെട്ടു എന്ന് നിമിഷ പറയുന്നു. തുടർന്ന് ക്ലിനിക്കിൽ കിട്ടുന്ന വരുമാനമൊക്കെ തലാല് തന്നെ എടുക്കാൻ തുടങ്ങി. നിമിഷയ്ക്ക് അവിടെ നിന്നും പണമൊന്നും കിട്ടാതായി. അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങളായി. അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ഇയാൾ പലരോടും നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണെന്നും അവിടെ ഉണ്ടാക്കുന്ന പണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നും ഒക്കെ പറഞ്ഞെന്നും മനസ്സിലാക്കി നിമിഷപ്രിയ അതേക്കുറിച്ച് തിരക്കിയപ്പോൾ ഇയാൾ പലയിടത്തും പല ആൾക്കാരോടും പറഞ്ഞു വെച്ചിരിക്കുന്നത് നിമിഷപ്രിയ അയാളുടെ ഭാര്യയാണെന്നായിരുന്നു. അപ്പോൾ ഇതൊരു ചതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ അവിടെ പോലീസിൽ ചെന്ന് പരാതി കൊടുത്തു. പോലീസ് അതിൻ്റെ പേരിൽ അന്വേഷണം നടത്തി 2 പേരെയും അറസ്റ്റ് ചെയ്തു. 2 പേരെയും വിവാഹ തട്ടിപ്പിന് കസ്റ്റഡിയിലാക്കി. അവിടുത്തെ നിയമം അനുസരിച്ച് 16 ദിവസത്തോളം അവർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ ജയിലിൽ കഴിയുന്ന സമയത്ത് തലാല് ആരെയോ സ്വാധീനിച്ച് ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. അതായത് അയാൾ നിമിഷയെ കല്യാണം കഴിച്ചതായിട്ട് ഒരു ഫേക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി.
അതിൻ്റെ ഒപ്പം തന്നെ ഇയാൾ നാട്ടിൽ വന്നപ്പോൾ ഇവരുടെ ഒപ്പം എടുത്തിരുന്ന ഫോട്ടോകൾ, കല്യാണ ആൽബത്തിൽ നിന്നും പകർത്തിയ ഫോട്ടോകളൊക്കെ മോർഫ് ചെയ്ത് ഇയാളുടെ ഫോട്ടോ ഒപ്പം ചേർത്ത് ഇവൾ ഇയാളുടെ ഭാര്യയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കോടതി അത് വിശ്വസിച്ചു. അതായത് ചിത്രങ്ങളും വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും കണ്ടപ്പോൾ കോടതിക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും വിവാഹിതരാണ്. അയാൾ പറഞ്ഞ നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ വെച്ച് കേരളത്തിൽ വെച്ചാണ് നിമിഷയെ കല്യാണം കഴിച്ചത്, അതിൻ്റെ എവിഡൻസ് ആണിത് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കോടതി അത് അംഗീകരിച്ച് രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരാണെന്ന് വിധിച്ചു. അങ്ങനെ ജയിലിൽ നിന്നും നിമിഷ പുറത്തേക്ക് വരുന്നത് തലാലിൻ്റെ ഭാര്യയായിട്ടാണ്. കാരണം കോടതി അങ്ങനെ വിധിച്ചു കഴിഞ്ഞു. എന്നാൽ താൻ അയാളുടെ ഭാര്യ അല്ല എന്ന് അവൾ ഇയാളുടെ ബന്ധുക്കളെ കണ്ട് വിവരം ധരിപ്പിച്ചു. ഇയാൾ പറയുന്ന കള്ളമാണ്, എനിക്ക് നാട്ടിൽ എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ കുഞ്ഞുണ്ട്, ഞാൻ ഇയാളുടെ ഭാര്യയൊന്നുമല്ല, ഇതെല്ലാം ഫേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്ലിനിക്ക് ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്നും പണം കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം മോശപ്പെട്ട സ്വഭാവമാണെന്ന് നിമിഷ പറയുന്നുണ്ട്. അയാൾക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, ധാരാളം ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെയ്യുന്ന ആളാണ്, മോഷണക്കേസിൽ അയാൾ പലവട്ടം ജയിലിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഈ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ ഒരു ക്ലിനിക്കുണ്ട്, അതിൽ നിന്നും വരുമാനം കിട്ടുന്നുണ്ട്, അങ്ങനെ അവൻ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, നല്ലതാണ് എന്നൊരു പക്ഷേ അവരുടെ വീട്ടുകാരും ചിന്തിച്ച് കാണാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ അവർ ഇവളെ മതാചാരപ്രകാരം അയാളുടെ ഭാര്യയാക്കി മാറ്റി. അവിടെ വെച്ച് നിമിഷയ്ക്ക് അത് എതിർക്കാൻ പറ്റില്ലായിരുന്നോ, അവൾക്കത് വേണ്ടെന്ന് വെക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ സംശയം വരും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നിമിഷപ്രിയ അവിടെ ഒറ്റയ്ക്കാണ്, അവളുടെ ഭർത്താവ് ഇവിടെയാണ്, അവളെ സഹായിക്കാനായിട്ട് അവിടെ ആരുമില്ല. അവരിവളെ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ തലാലിൻ്റെ ഭാര്യയാക്കി ഒരു ചെറിയ മതാചാരത്തിലൂടെ മാറ്റിയപ്പോൾ ഒരുപക്ഷെ അവൾക്ക് അത് എതിർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നിരിക്കണം അവിടെ. കാരണം കോടതി വിധിയുണ്ട് ഇവൾ ഇയാളുടെ ഭാര്യയാണെന്നുള്ളത്. അപ്പോൾ കോടതി വിധി നിലനിൽക്കെ ഒരുപക്ഷെ അവൾക്ക് പോലും അത് തിരസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നിരിക്കണം അവിടെ ഉണ്ടായിരുന്നത്. എന്ത് തന്നെയാലും ശരി, അങ്ങനെ ലീഗലി ഇവൾ അയാളുടെ ഭാര്യയായിട്ട് മാറി. ആ സമയത്താണ് ഇയാൾ ഇവരുടെ പാസ്പോർട്ട് വാങ്ങി വെക്കുന്നത്. എന്നാൽ അയാളുടെ ഭാര്യയായിട്ട് അവിടെ ഒപ്പം താമസിച്ചെങ്കിലും അയാളുടെ ഇംഗിതത്തിന് അവൾ വഴിപ്പെട്ടില്ല. അവൾ പറയുന്നത് അയാൾ ഇവളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ നീ എൻ്റെ ഭർത്താവല്ല, ഒരിക്കലും ഞാൻ നിൻ്റെ ഭാര്യയുമല്ല എന്ന് പറയുകയാണ് അവൾ ചെയ്തത്. അതുകൂടാതെ ഇയാളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി കൂട്ടുകാർക്ക് ഇവളെ സമ്മാനിക്കാൻ ശ്രമിക്കുകയും അവരുമായിട്ട് ഗ്രൂപ്പ് സെക്സിന് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അതെല്ലാം ചേർത്ത് അവൾ പല രാത്രികളിലും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയാണ് രക്ഷപ്പെട്ടതെന്നും പലപ്പോഴും അയൽക്കാർ അവളെ സഹായിച്ചിട്ടുണ്ടെന്നും ചില രാത്രികളിൽ റോഡിൽ നിന്നാണ് നേരം വെളുപ്പിച്ചതെന്നും ഒക്കെ നിമിഷ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽപ്പെട്ട നിമിഷയ്ക്ക് ഭർത്താവിനോട് ഈ വിവരങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ അവൾ അതിനുവേണ്ടി സിം കാർഡ് എടുക്കുമ്പോൾ അതൊക്കെ തലാൽ വന്ന് വാങ്ങിച്ച് ഒടിച്ചു കളയുമായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. അവൾക്കൊരു സിം കാർഡ് വാങ്ങി ഭർത്താവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചില്ല, അതുകൊണ്ട് അവൾക്ക് ഈ വിവരങ്ങളൊന്നും നാട്ടിലേക്ക് അറിയിക്കാൻ പറ്റിയില്ല എന്നവൾ പറയുന്നു. അതിനിടെ തലാൽ ഏതോ കേസിൽപ്പെട്ട് ജയിലിൽ പോയി. അയാൾ ഇടയ്ക്കിടെ ഏതെങ്കിലുമൊക്കെ കേസിൽ ജയിലിലാകാറുണ്ട് എന്നാണ് നിമിഷ പറയുന്നത്. അങ്ങനെ ജയിലിൽ പോയ സമയത്ത് ഇവൾ അവിടെ ചെന്ന് അയാളെ കണ്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് എൻ്റെ പാസ്പോർട്ട് തരണം, എനിക്ക് നാട്ടിൽ പോകണം, നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അയാൾ അതിന് തയ്യാറായില്ല. പാസ്പോർട്ട് അയാളുടെ കസ്റ്റഡിയിലാണ്, അത് എവിടെയാണെന്നുള്ളത് അവൾക്ക് അറിഞ്ഞുകൂടാ, അയാൾ എടുത്തു കൊടുത്തെങ്കിൽ മാത്രമേ അവൾ കിട്ടുകയുള്ളൂ. പലവട്ടം അവൾ അതിന് ശ്രമിച്ചതാണ്. ജയിലിൽ പോയപ്പോഴും അവിടെ ചെന്നും അവളത് പറഞ്ഞു, പക്ഷേ അയാളത് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ അയാളെ കാണാനായിട്ട് അവൾ ജയിലിൽ പോയ സമയത്താണ് ആ ജയിലിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇവൾ പരിചയപ്പെടുന്നത്. ആ ഉദ്യോഗസ്ഥൻ ഒരുപക്ഷെ ഇവളവിടെ ചെല്ലുന്നതും ഇയാളോട് സംസാരിക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചു കാണണം. അയാളൊരു യമനി പൗരനാണ്. അപ്പോൾ അയാൾ ഇവളോട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ഇവൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇവൻ സ്ഥിരം ഒരു കുറ്റവാളിയാണ്, മിക്കപ്പോഴും എന്തെങ്കിലും കേസിൽപ്പെട്ട് ഇവിടെ വരാറുണ്ട്, ഇവനെ അങ്ങനെയൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഇവനെ മറ്റേതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്തെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അയാൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ബോധം കെടുത്തി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവനെ വണ്ടിയിൽ കയറ്റി ഏതെങ്കിലും ഒരു ദൂരസ്ഥലത്ത് കൊണ്ടുപോയിട്ട് നല്ല 4 പിട കൊടുത്ത് ഇവനെ കൊണ്ട് കാര്യങ്ങൾ സമ്മതിപ്പിക്കാം. ഇവൻ്റെ പക്കൽ നിന്നും നീ ഭാര്യയല്ല എന്നുള്ള ഒരു ലെറ്റർ എഴുതി വാങ്ങിച്ചിട്ട് പിന്നീട് നമുക്ക് ലീഗലായിട്ട് ഇവൻ്റെ പക്കൽ നിന്ന് പാസ്പോർട്ട് വാങ്ങാം എന്ന് അയാൾ ഇവളോട് പറഞ്ഞു. അപ്പോൾ അത് ഒരു നല്ല മാർഗമാണെന്ന് നിമിഷയ്ക്ക് തോന്നി. അതിനിടയിൽ നിമിഷ പറയുന്നുണ്ട്, ഇവള് ഒരു പാസ്പോർട്ട് ഉണ്ടാക്കാനായിട്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് എംബസി വഴി ഒരു ശ്രമം നടത്തി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ യമനിലെ ഇന്ത്യൻ എംബസി അവിടെ നിന്നും പിന്നെ ജിബൂട്ടിയിലോട്ടോ മറ്റോ മാറിയിരുന്നു. യമനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ജിബൂട്ടിയിലേക്കോ മറ്റോ മാറിയിരുന്നു. അവിടെയാണ് അപ്പോൾ എംബസി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവൾ എംബസിയെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അപേക്ഷയും ഒപ്പം അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ട് പത്രത്തിലൊരു പരസ്യം കൊടുക്കുകയും ചെയ്യുക, എന്നിട്ട് ഞങ്ങളെ സമീപിക്കാൻ പറഞ്ഞു. പക്ഷേ നിമിഷ പറയുന്നത് അവളതിനെ ശ്രമിച്ചെങ്കിലും അവൾക്ക് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അറ്റ കൈയായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ
ഇയാളെ അവിടെ നിന്ന് ബോധം കെടുത്തി ഏതെങ്കിലും സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി, അതായത് തലാലിനെ ബോധം കെടുത്തി തട്ടിക്കൊണ്ടുപോയിട്ട് അവൻ അടി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടോ അവൻ്റെ പക്കൽ നിന്ന് നിമിഷപ്രിയ ഭാര്യയല്ല എന്ന് എഴുതി വാങ്ങിയ ശേഷം പിന്നീട് ലീഗലായിട്ട് അവൻ്റെ പക്കൽ നിന്ന് പാസ്പോർട്ട് വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവരെത്തുന്നത്. ഈ തീരുമാനത്തെ ഇവളുടെ ഒപ്പം ജോലി ചെയ്യുന്ന യമനി സ്വദേശിനിയായിട്ടുള്ള ഹനാൻ എന്ന് പറയുന്ന നേഴ്സ് പിന്തുണ കൊടുത്തു. അവൾ പറഞ്ഞു അതാണൊരു വഴി, മറ്റു വഴിയൊന്നും ഇയാളുടെ അടുക്കൽ ചിലവാകില്ല. കാരണം ഇയാൾ ഇവളെ സംബന്ധിച്ച് ഇവളെ അവിടെ നിർത്തി ഇയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവിടെ ജോലി ചെയ്യിപ്പിച്ച് ക്ലിനിക്കിൽ വരുന്ന വരുമാനം മൊത്തം അയാളെടുക്കുകയാണ്. 5 പൈസ പോലും നിമിഷപ്രിയയ്ക്ക് കൊടുക്കുന്നില്ല. നിമിഷപ്രിയ സ്വന്തം പണം, അവളുടെ ഭർത്താവ് നാട്ടിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും അവൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പണവും അവൾ ജോലി ഉണ്ടാക്കിയ പണവും എല്ലാം മുടക്കിയാണ് ക്ലിനിക്ക് തുടങ്ങിയത്. അവിടെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്ന നിമിഷയാണ്, പണം ഇറക്കിയത് അവളാണ്. പക്ഷേ ഈ പണം മൊത്തം എടുത്തുകൊണ്ട് പോകുന്നത് തലാലാണ്. കൊണ്ടുപോയിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ചെലവഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശരി, അവിടെ നിന്നും ഇനിയിപ്പോൾ രക്ഷപ്പെടുക മാത്രമേ വഴിയുള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ യാതൊരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കി അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ച് അയാളുടെ പക്കൽ നിന്ന് പാസ്പോർട്ട് ചോദിച്ചപ്പോൾ അയാൾ ഒരു തരത്തിലും പാസ്പോർട്ട് കൊടുക്കുകയില്ല എന്നുള്ള ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഈ രീതിയിൽ അത് വാങ്ങാനായിട്ട് അവൾ തീരുമാനിച്ചത്. അങ്ങനെയിരിക്കെ തലാലിന് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അയാൾ ചികിത്സ തേടുകയും ചെയ്തു. അപ്പോൾ ഇത് തന്നെ അവസരം എന്ന് കരുതിക്കൊണ്ട് ഹനാനും അതേപോലെ തന്നെ നിമിഷപ്രിയയും ചേർന്ന് ഇയാൾക്ക് മയക്കുമരുന്നിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്തു. ഇയാൾ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൊടുത്ത മയക്കുമരുന്നിൻ്റെ ഡോസ് അയാളുടെ ശരീരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. അയാളുടെ ബോധം പോയില്ല. അതുകൊണ്ട് അല്പം കൂടിയ ഡോസ് ഇയാളുടെ ശരീരത്തിൽ കുത്തിവെച്ചു. ഇങ്ങനെയാണ് ഈ മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവരെത്തുന്നത്. ഇവിടെ ഞാൻ മുമ്പ് ധരിച്ചിരുന്നത് ഇയാളുടെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ചത് ഇയാളെ ബോധം കെടുത്തിയ ശേഷം പാസ്പോർട്ട് എടുത്തിട്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണെന്നായിരുന്നു. പക്ഷേ പാസ്പോർട്ട് ഇയാളുടെ കസ്റ്റഡിയിലാണ്. അത് എവിടെയാണെന്നുള്ളത് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇയാളെ ബോധം കെടുത്തിയതുകൊണ്ട് മാത്രം പാസ്പോർട്ട് കിട്ടില്ല. അപ്പം ഇയാളെ ബോധം കെടുത്തിയിട്ടോ കൊലപാതകം നടത്തിയിട്ടോ പാസ്പോർട്ട് എടുക്കാം എന്നൊരു ചിന്ത ഇവർക്കുണ്ടായിരുന്നില്ല. കാരണം അത് നടക്കുന്ന കാര്യമല്ല. പാസ്പോർട്ട് അയാളുടെ വീട്ടിലായിരിക്കണം, വീട്ടുകാരുടെ കസ്റ്റഡിയിലായിരിക്കണം. അപ്പോൾ അവരത് കൊടുത്തെങ്കിൽ മാത്രമേ ഇവൾക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഇതേപോലെ തന്നെ ലീഗലായിട്ട്, അതായത് ഇയാളെ കൊണ്ട് ആദ്യം ഭാര്യയല്ല എന്നുള്ള എഴുതി മേടിപ്പിക്കുക, അതിനുശേഷം ലീഗലായിട്ട് ഇയാളിൽ നിന്നും പാസ്പോർട്ട് വാങ്ങിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗമാണ് ഇവർ തേടിയത്. അങ്ങനെ ഇയാൾക്ക് രണ്ടാമത്തെ ഡോസ് ഇഞ്ചക്ഷൻ ഇവർ കുത്തിവെച്ചപ്പോൾ ഇയാൾ വളരെ ഉറക്കെ നിലവിളിച്ച് അപ്പോൾ തന്നെ ബോധം കെട്ട് താഴെ വീണു എന്നുമാണ് നിമിഷപ്രിയ പറയുന്നത്. അങ്ങനെ താഴെ വീണ തലാലിൻ്റെ പൾസ് നോക്കിയപ്പോൾ അയാൾ മരിച്ചു എന്നവർക്ക് മനസ്സിലായി. അതവരെ വളരെ വലിയ പരിഭ്രാന്തിയിലാക്കി. കാരണം ബോധം കെടുത്താൻ വേണ്ടിയാണ് അവർ ഇഞ്ചക്ഷൻ കൊടുത്തത്, പക്ഷേ സംഭവിച്ചത് മരണമാണ്. ഈ സ്ത്രീകൾ രണ്ടുപേരും അങ്ങേയറ്റം പരിഭ്രാന്തരായി. ഇനി എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. നിമിഷപ്രിയ പറയുന്നത് അവൾ മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടി ഏതോ മെഡിസിൻ എടുത്ത് കഴിച്ചു എന്നാണ്. ആ മെഡിസിൻ അവളുടെ ശരീരത്തിനും മനസ്സിനും വലിയ തളർച്ച ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇവരുമായിട്ട് സംസാരിച്ച ജയിലുദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെട്ടു. അതിനോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇയാൾക്ക് ഇഞ്ചക്ഷൻ കുത്തിവെച്ചു, പക്ഷേ ഇയാൾ മരണപ്പെട്ടു, ഇപ്പോൾ മരിച്ചു കിടക്കുകയാണ്, എങ്ങനെയെങ്കിലും സഹായിക്കണം. അയാൾ കൈമലർത്തി. അയാൾ പറഞ്ഞു എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മരണപ്പെട്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, നിങ്ങൾ തന്നെ ഡീൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് സ്ത്രീകളും വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തി. ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്ത് ചെയ്യണമെന്നുള്ളത്. ഈ ശരീരം അവിടെ നിന്നും ദൂരെ ഏതെങ്കിലും ഉള്ളൊരു സ്ഥലത്ത് കൊണ്ട് ഒഴിവാക്കണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. പക്ഷേ ഇവർക്ക് വണ്ടിയിൽ ഇത് കൊണ്ടുപോകാനുള്ള ധൈര്യമില്ല. വഴിക്ക് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ചെക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. അങ്ങനെയാണ് ഹനാൻ ഇയാളുടെ ശരീരം പീസാക്കി ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കാം എന്ന് നിമിഷപ്രിയയോട് പറയുന്നത്. നിമിഷപ്രിയ പറയുന്നത് അന്ന് മരുന്ന് കഴിച്ചതിൻ്റെ സ്വാധീനത്തിൽ എൻ്റെ മനസ്സ് ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല, എന്തൊക്കെയോ ചെയ്തു എന്നാണ്. അങ്ങനെ ഇയാളുടെ ശരീരം ഇവർ പീസാക്കിയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടു എന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവം, അതായത് ഇവർ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് ഇയാൾക്ക് ബോധം നഷ്ടപ്പെടുന്നതിന് പകരം ഇയാൾ മരിച്ചു കഴിഞ്ഞ് ഇയാളുടെ ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് ഒരിക്കലും സമ്മതിക്കാൻ പറ്റാത്തതെന്ന് നമ്മുടെ നാട്ടിൽ നിമിഷപ്രിയയെ എതിർക്കുന്ന പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവർ ചിന്തിക്കാത്ത ഒരു തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൾ ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ടാണ് ഇയാൾ മരിച്ചത്. അപ്പോൾ ഇയാളിങ്ങനെ മരിച്ചു എന്നുള്ളത് ഇവൾ പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസുകാർ വന്നിട്ട് ഇയാളുടെ ശരീരം എടുത്തുകൊണ്ട് പോകും, പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഇയാളുടെ മരണകാരണം അമിത ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെച്ചതാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അമിത ഡോസിൽ മരുന്ന് കുത്തിവെച്ചത് എന്തിനാണ് എന്ന ചോദ്യം വരും. യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് വന്ന ഒരാൾക്ക് എന്തിനാണ് മയക്കുമരുന്ന് കുത്തിവെച്ചത്? അപ്പോൾ ഇയാളെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്നുള്ളത് സംശയാതീതമായിട്ട് തെളിയും.
അവർ യഥാർത്ഥത്തിൽ ആ സമയത്ത് കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ പോലീസ് പിടിക്കുകയും പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഓട്ടോപ്സി നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമായി ചെയ്ത ഒരു നരഹത്യയായിട്ട് തന്നെ മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ വധശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളത് നിമിഷപ്രിയയ്ക്കും ഹനാനും അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യം അവർക്കവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് അവരത് പോലീസിൽ പറയാഞ്ഞത്. പോലീസിൽ പറഞ്ഞാലും ശരി, ഇപ്പോൾ ആയിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അവരെത്തുമായിരുന്നു. എന്നാൽ ആ സാഹചര്യം ഒഴിവാക്കാൻ എന്ത് വഴിയുണ്ട് എന്നാണ് അവരെ സമയത്ത് നോക്കിയത്. നമുക്കറിയാം, അവർ ആദ്യം രക്ഷപ്പെടാൻ ശ്രമിച്ചത് തലാലിൽ നിന്നുമാണ്. തലാൽ എന്ന് പറയുന്ന വ്യക്തി പാസ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ നിമിഷപ്രിയ അവിടെ നിന്ന് പോയതിനെയും അയാൾ ഇപ്പോൾ ജീവനോടെ കാണുമായിരുന്നു. എന്നാൽ തലാൽ പാസ്പോർട്ട് കൊടുക്കാതെ അവളെ പീഡിപ്പിച്ച് അവളെ അവിടെ നിർത്തി മുതലെടുക്കാൻ ശ്രമിച്ചപ്പോൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ നടത്തിയ ശ്രമത്തിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് അവരുടെ ശ്രദ്ധ എങ്ങനെ നിയമത്തിൻ്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടാമെന്നതായി. ചില ആൾക്കാർ ചോദിക്കുന്ന ഞാൻ കേട്ടു, ഇങ്ങനെ ഇയാൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ എന്തിനാണ് അവളവിടെ നിന്നത്? അവൾക്കങ്ങ് നാട്ടിൽ പോരരുതായിരുന്നു. അവളുടെ കയ്യിൽ പാസ്പോർട്ടില്ല. അപ്പോഴും അവളുടെ പ്രധാന പ്രശ്നം അവളുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. പാസ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ബോഡി അവിടെ അങ്ങനെ ഒളിപ്പിച്ചിട്ട് അവൾക്ക് പോകാൻ പറ്റുമായിരുന്നു. എന്നാൽ അതൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇയാൾ മരണപ്പെട്ടപ്പോൾ എങ്ങനെയും ഈ ബോഡി എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ ധാരണ. ഇക്കാര്യത്തിൽ ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞ ആ ജയിൽ ഉദ്യോഗസ്ഥൻ വരാതിരിക്കുകയൂടെ ചെയ്തപ്പോൾ ഈ രണ്ട് സ്ത്രീകളും യഥാർത്ഥത്തിൽ വല്ലാത്ത ഒരു കുരുക്കിലാണ് അകപ്പെട്ടത്. അപ്പോൾ അവർക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ അവർ ചെയ്തു. പക്ഷേ അങ്ങനെ ചെയ്തിട്ടും രണ്ടുപേരും പോലീസ് പിടിയിലായി. ആദ്യം ഹനാനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നിമിഷപ്രിയ അറസ്റ്റ് ചെയ്തു. നിമിഷപ്രിയ അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോയി മറ്റൊരിടത്ത് ജോലി ചെയ്തു എന്നൊക്കെ ചില വാർത്തകളിലുണ്ട്. അതെല്ലാം തെറ്റാണ്. അവൾ അവിടെ നിന്നും പോയി ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല, കാരണം പാസ്പോർട്ട് കയ്യിലില്ല. അങ്ങനെ അവളെ ആ ഒളിവ് സ്ഥലത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ നിമിഷപ്രിയ നിരപരാധിയാണോ അല്ലെങ്കിൽ അപരാധിയാണോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അവൾ നിരപരാധിയാണ് എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രണ്ട് പ്രധാന സംഭവങ്ങൾ. ഒന്നാമത്തേത്, ഇവരുടെ സാഹചര്യങ്ങളിൽ എപ്പോഴും അവിടെയുള്ള മറ്റ് പൗരന്മാർ ഇവൾക്കൊപ്പം നിന്നിരുന്നു എന്നതാണ്. ഒന്ന്, ഹനാൻ എന്ന് പറയുന്ന നേഴ്സ് ഇവളുടെ ഒപ്പം നിന്ന് ഇവളെ സഹായിച്ചെങ്കിൽ ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു കൊടും ക്രിമിനലാണ്. ഇയാളിൽ നിന്നും അവൾക്ക് രക്ഷ വേണമെന്ന് അവൾക്കും അറിയാമായിരുന്നുകൊണ്ടാണ്. ആ ജയിൽ ഉദ്യോഗസ്ഥൻ ഇവളെ സഹായിക്കാമെന്ന് ഏറ്റത് തന്നെ അതേ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ന്യായം നിമിഷപ്രിയയുടെ ഭാഗത്താണ്. പക്ഷേ അവൾ പറ്റിപ്പോയ ഒരു വലിയ അബദ്ധവും അതേ തുടർന്ന് ചെയ്ത കാര്യങ്ങളുമെല്ലാം കൈവിട്ടു പോയതുകൊണ്ട് ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ എത്തി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നിമിഷപ്രിയയെ സംബന്ധിച്ച് അവൾക്ക് ഇയാളെ മനഃപൂർവ്വം കൊലപ്പെടുത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ബോധം കെടുത്താനായിട്ട് നടത്തിയ ശ്രമത്തിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അത് കൊലക്കുറ്റമായിട്ട് തന്നെ മാറും എന്നുള്ള അറിവിൽ തങ്ങൾക്ക് അപ്പോൾ ആ മാനസിക പരിഭ്രാന്തിയിൽ തോന്നിയ ഒരു ആശയം അവർ നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. അത് വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും അവരെ സംബന്ധിച്ച് ചിന്തിച്ചു കാണില്ല. തീർച്ചയായിട്ടും അത് പരാജയപ്പെടും എന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് അറിയാമായിരുന്നു. താൽക്കാലികമായിട്ട് അതല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. അങ്ങനെയാണ് അവരത് ചെയ്തത്. ഇനി നിമിഷപ്രിയ അപരാധിയാണ്, അവൾക്ക് ശിക്ഷ കിട്ടണം, അല്ലെങ്കിൽ അവൾ നിരപരാധിയാണ്, അവളെ രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന രണ്ട് കൂട്ടർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉടൻ തന്നെ ഉണ്ടാകും. അതായത് ഈ ലോകത്ത് നടക്കുന്ന ഏത് കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷ കൊടുക്കുന്നത് കോടതികളാണെങ്കിലും ആത്യന്തികമായിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കുന്നതോ അവരെ വെറുതെ വിടുന്നതോ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. അപ്പോൾ ആ പ്രപഞ്ച നിയമം അനുസരിച്ച് നമ്മുടെ മുമ്പിൽ നിമിഷപ്രിയ ഇനി സ്വതന്ത്രയായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും തെറ്റില്ല എന്നുള്ളതിന് നമുക്ക് അടിവരയിടാം. അതേപോലെ തന്നെ ഇത്രയേറെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും അവൾക്ക് രക്ഷ കിട്ടാതെ അവൾ വധശിക്ഷയ്ക്ക് വിധേയയാകാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവൾ അപരാധിയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വിധി വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിലൂടെ നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റും നിമിഷപ്രിയ അപരാധിയാണോ അതോ നിരപരാധിയാണോ എന്ന്. താങ്ക് യു.